കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാൻറ്റ് കട്ട് ചെയ്തല്ലോ. അതിൽ ഒരു പാൻറ്റ് 3 പാൻറ്റ് നമ്മൾ കട്ട് ചെയ്ത് കണ്ടല്ലോ. അപ്പോൾ അത് ചെയ്ത് എല്ലാവരും നോക്കിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിൽ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം കാലിൻ്റെ ഭാഗം എടുക്കുക. നമ്മൾ പാൻറ്റ് കട്ട് ചെയ്തതിൻ്റെ കാലിൻ്റെ ഈ ഭാഗം എടുക്കുക. എടുത്തതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്താലും ഇതൊന്ന് നോക്കണം എല്ലാം കറക്റ്റാണോ എന്ന്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ മടക്കി തയ്ക്കാനുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ മടക്കിൻ്റെ പകുതി വെച്ചാണ് നമ്മൾ ഇങ്ങനെ മടക്കി പോകുന്നത്. ആദ്യം ഒരു കാല് മടക്കി തയ്ക്കാം. ഇങ്ങനെ നിവർത്തി എടുത്തതിന് ശേഷം കണ്ട കാലിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കണം. നമ്മൾ ഇവിടം വരെ മടക്കാണ്. ആദ്യം ഒന്ന് മടക്കണം. ഒന്ന് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കുക. ഓക്കെ, ആദ്യം ഒന്ന് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് നമുക്കൊരു സൈഡിൽ കൂടെ അതിൻ്റെ എൻഡിൽ കൂടെ ഒരടി അടിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലൂടെ ഒരടി കൂടെ അടിക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വലിച്ചു പിടിക്കണം. ഇങ്ങനെ വലിച്ചല്ല, ഇങ്ങനെ പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ നേരെ ആവില്ല സ്റ്റിച്ച്. ഇനി നമുക്ക് 2-3 അടി ആദ്യം ഇങ്ങനെ ഒന്ന് അടിച്ച് ഡിസൈൻ വരുത്തണം. ഒന്ന് സ്ട്രെയിറ്റായിട്ട് അടിക്കണം, അല്ലെങ്കിൽ റാ പോലെ. ആദ്യം ഇനി നമുക്ക് തിരിച്ചെടുക്കാം. വേണ്ട, ഇതേപോലെ വരച്ചിട്ട് ആ ലൈനിൽ കൂടെ അടിക്കണം. വരയ്ക്കണമെന്നില്ല, അല്ലാതെ തയ്ക്കാം. ഞാനൊന്ന് ഡിസൈൻ ചെയ്ത് കാണിക്കാം. ചോക്ക് വരെ വാങ്ങിച്ചു വിടണം കേട്ടോ. കണ്ടോ, ഇതേ രീതിയിൽ കിട്ടും. മറ്റേ കാലം നമുക്ക് അതേപോലെ അടിക്കാം. ആദ്യം ആ കട്ട് ചെയ്ത ഭാഗം വരെ മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഇതേപോലെ അടിച്ചു പോകണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ എൻഡിൽ കൂടെ ഒരടി അവസാനം. ഇനി ആ ഡിസൈൻ വരച്ചത് എങ്ങനെയാണ് ഞാൻ ആദ്യം ഒരെണ്ണം കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ വന്ന്, പിന്നെ ഇങ്ങനെ വന്ന്, പിന്നെ ഇങ്ങനെ വന്ന് നോക്കിക്കും. ആ 2 വരയുടെ ഉള്ളിൽ കൂടെ, എന്നിട്ട് ആ വരച്ചെടുത്തൂടെ ഒന്ന് വരച്ചു പോകാം. തുണി ഇങ്ങോട്ടും അങ്ങോട്ടും നീക്കി കൊടുത്താൽ മതി. ആ വരയിൽ കണ്ട കണ്ട അത് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അടിക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നല്ലേ എടുത്തത്, താഴെ നിന്നല്ലേ ഇങ്ങനെ തുടങ്ങിയത്.
ഇനി നമുക്ക് മുകളിൽ നിന്ന് എടുക്കണം, എന്നാൽ ആ ഒരു ഡിസൈൻ ഇങ്ങനെ വരുള്ളൂ കേട്ടോ. വരയ്ക്കണമെന്നല്ല, വരയ്ക്കാതെ വെച്ചാൽ മതി. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വരച്ചത് കേട്ടോ. ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഫാനിൻ്റെ ക്ലോച്ചിൻ്റെ ലെന്തല്ലിത്, ഈ ഒരു സൈഡ് മറ്റേ കാലിൻ്റെ ഭാഗവും കൂടെ ചേർത്തടിക്കും. നല്ല വശങ്ങൾ, ഇതിൻ്റെ നല്ല വശം മുകളിലുണ്ട്, ഫാനിൻ്റെ നല്ല വശമാണ് ഇത് മുകളിൽ, നമ്മൾ ഉൾവശമാണ് ഇത്. ഇതിൻ്റെ നല്ല വശമാണ് ഞാനിനി ഇടാൻ പോകുന്നത് കണ്ടോ. നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം ഈ ലെന്ത് ക്രോച്ചിൻ്റെ ഭാഗം ലെന്ത് അടിക്കുക. ഒറ്റയടി 2 അടി കൂടെ അടിക്കും, 2 പ്രാവശ്യം അടിക്കണേ. ഇത് നമ്മൾ ഒരു പ്രാവശ്യം അടിച്ച് മാറ്റി വെക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിതെടുക്കാം, വേസ്റ്റ് ഭാഗത്ത് അല്ലെങ്കിൽ ബാൻഡ് ഭാഗം എടുക്കാം. ബാൻഡ് ഭാഗം എടുത്ത് ഞാനിങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട് കണ്ടോ. ബാൻഡ് ഭാഗം ഇങ്ങനെ എടുത്തിട്ട് 4ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഇതും ഈ നമ്മൾ ഈ ഫാനിൻ്റെ ഭാഗമില്ലേ 4ആയിട്ട് മടക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ 4ആയിട്ട് മടക്കി ക്രോച്ച് ഭാഗം നമ്മൾ അടിച്ചതിൽ ഒരു വശം ഞാൻ അടിച്ചോളൂ കേട്ടോ. അത് വേറെ രീതി, എളുപ്പ രീതി അടിക്കുന്ന കാണിക്കാൻ. ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇവിടുന്ന് ഈ കൂടുതലായിട്ട് ഇരിക്കുന്നില്ലേ കാലിൻ്റെ ഭാഗത്ത്, അവിടെയാണ് നമുക്ക് നൂറുകൂടേണ്ടത്. ഇവിടുന്നൊരു നമുക്ക് ഇവിടംബരമുണ്ട്, ഇവിടുന്നൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മുടെ ഈ ക്രോച്ച് ഏരിയ ഭാഗത്തുനിന്ന് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. 4ആയിട്ട് മടക്കിയിട്ടൊക്കെയുള്ള ഇത്. എന്നിട്ട് ഈ ക്രോച്ച് ഏരിയ ഭാഗത്തുനിന്ന്, ക്രോച്ച് ഏരിയ എന്ന് വെച്ചാൽ ഇത് ഭാഗത്തുനിന്ന് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഏരിയ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് ഇവിടുന്ന് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആ ഭാഗത്താണ് സെൻറ്റർ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. നോക്ക് ഇവിടെ. അപ്പോൾ നമുക്ക് കുറേ രീതിയിൽ അടിക്കുക, ഇത് എളുപ്പ വഴിയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ ഞൊറി വിടണം, പ്ലീറ്റ്സ് ഇടണം. 1 ഇഞ്ച് ഉള്ളിലോട്ട് കൊടുത്ത് 1 ഇഞ്ച് എടുത്തിട്ട് 1/2 ഇഞ്ച് ഉള്ളിൽ കൊടുക്കണം കേട്ടോ. ഇങ്ങനെ അങ്ങനെ ഈ കട്ട് ചെയ്തേക്കുന്ന ഭാഗം വരെ ഇടണം. ഇത് നമ്മുടെ ഒരു കാലിൻ്റെ സെൻട്രൽ ഭാഗമായി. ഇനി ഇപ്പുറത്തെ വശത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇവിടം വരെ ജോലി പ്ലീറ്റ്സ് ഇടണം. ഇതൊരു എളുപ്പ വഴിയാണ് കേട്ടോ. ഈ സൈഡിൽ എത്ര പ്ലീറ്റ്സ് ഇട്ടോ 6 ഇട്ടെങ്കിൽ ഇവിടെ 6.
ഓക്കെ, അപ്പം നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞു, വെച്ചിട്ട് കഴിഞ്ഞു. കണ്ടോ? ഇപ്പുറത്തെ കാലിന് വെച്ചിട്ട് ഇനി നമുക്കിത് ജോയിൻ ചെയ്യാം. നല്ല വശമാണ് മുകളിൽ നിൽക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. കണ്ടോ? വേസ്റ്റ് ഭാഗത്തെ ഞാൻ നേരെ ഇട്ടതിന് ശേഷം ഇത് നോക്കിക്കും. ക്രോച്ചിൻ്റെ ആ ഏരിയ ഭാഗത്ത് ഒരു സൈഡിൽ ഇത് ജോയിൻ ചെയ്ത് എന്നിട്ട് നമുക്കിത് കറക്റ്റാണോ നോക്കാം. കണ്ടോ? കറക്റ്റായിട്ട് നമുക്ക് ആ പിടിച്ചിട്ട് വന്നപ്പം കിട്ടി. ഈ ബാൻഡ് ഭാഗവും കാലിൻ്റെ ഞൊറിവിട്ട് വന്നപ്പോൾ നമുക്ക് ചേർത്തടിക്കാനായിട്ട് ഇത് എളുപ്പമായിട്ട് ഇങ്ങനെ ഞൊറിവിട്ടാൽ പെട്ടെന്ന് അടിക്കാം കേട്ടോ. അപ്പം നോക്കിയോ, ഇത് വെച്ചിട്ട് ഇതേപോലെ അടിക്കാം. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഇങ്ങനെ അടിക്കുന്ന എളുപ്പം കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. ഇനി ഇതിലെ കൂടെ ഇതിങ്ങനെ വെച്ചിട്ട് ഈ വെച്ച പീസിനകത്തോട്ട് പതിച്ചിരിക്കണം. ഈ തുമ്പ് മുകളിലോട്ട് ഇരിക്കണം. ഈ തുമ്പ് മുകളിലോട്ട് ഇരുന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ പ്രസ്സടി അടിക്കണം. നെറ്റമ്മൽ അടിക്കണം കേട്ടോ. ഒരേ വീതിക്ക് അടിക്കണം, വളഞ്ഞു പോകരുത്. കുറേശ്ശെ അടിച്ച് നീക്കുക. അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ ഒരു ഓപ്പൺ വേണമല്ലോ നമുക്ക് വള്ളി ഇടാനായിട്ട്. ഇവിടെ നിന്നൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നമ്മുടെ മുകളിൽ വള്ളി ഇടണ്ടേ, അപ്പോൾ ഓപ്പൺ വേണമല്ലോ. ഇവിടെ നിന്ന് 2.5 ഇഞ്ച് ഇത് നോക്കിക്കോ. 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. മനസ്സിലായോ? ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തിട്ടതിന് ശേഷം
മാർക്ക് ചെയ്തിട്ടതിന് ശേഷം നമ്മളിങ്ങനെ പിടിച്ച് ഈ ഈ ലെന്തില്ലേ ക്രോച്ചിൻ്റെ ലെന്ത് ഇവിടെയും ഇവിടെ നിന്ന് ഇവിടം വരെ അടിക്കും. അപ്പോൾ മാർക്ക് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഇത് കറക്റ്റായിരിക്കണം, ആ ജോയിൻറ്റ് കറക്റ്റായിരിക്കണം കേട്ടോ. താഴോട്ട് ഒരടി കൂടെ അടിക്കുക. എന്നിട്ട് നമുക്ക് ഈ വള്ളി ഇടുന്ന ഭാഗം ഉണ്ടല്ലോ, ഓപ്പൺ വരുന്ന ഭാഗം, ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇത് തേരുവശമാണ് കേട്ടോ, രണ്ട് സൈഡ്. അപ്പം മടക്കണ്ട, തേരല്ലെങ്കിൽ അതിൻ്റെ അരിഭാഗം മടക്കി കൊടുക്കണം. കരഭാഗമായതുകൊണ്ട് കട്ടിയാത്ത ഭാഗമായതുകൊണ്ട് നമുക്ക് മടക്കണ്ട. എന്നിട്ട് ഇങ്ങനെ വന്ന് നമ്മുടെ ചുരിദാറിന് സിൽക്കടിക്കുന്ന പോലെ ഒന്ന് വന്നിട്ട് കുത്തി നിർത്തി ഇപ്പുറത്ത് കൊണ്ടുവന്ന് അതുപോലെ തന്നെ മുകളിലോട്ടടിക്കും. കണ്ട. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടത്, കാലിൻ്റെ അടിഭാഗം മടക്കി തരും. കറക്റ്റ് നമ്മുടെ അളവുണ്ടെങ്കിൽ ആ അളവ് പാൻറ്റ് നമ്മൾ അളവ് പാൻറ്റ് വെച്ചല്ലേ കട്ട് ചെയ്തു. ഈ ഏരിയ കറക്റ്റായിരിക്കണം, ഈ ഏരിയ കറക്റ്റായിരിക്കണം, സെൻറ്റർ ഭാഗം കറക്റ്റായിരിക്കണം. അത്രേ ഉള്ളൂ. നമ്മുടെ കാലിൻ്റെ അളവ് വെച്ചിട്ട് ചെയ്യുന്നു. നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇത് നീങ്ങി പോകരുത്, സെൻറ്റർ നീങ്ങി പോകരുത് കേട്ടോ. ഈ ഏരിയ കറക്റ്റായിരിക്കണം, ക്രോച്ചിൻ്റെ ആ സെൻറ്റർ ഭാഗം കറക്റ്റായിരിക്കണം. ഇങ്ങോട്ട് വരുമ്പോൾ തയ്യൽ വെക്കുമ്പോൾ കുറച്ച് വരണം, 1/2 ഇഞ്ചിൽ കിട്ടും. നമ്മൾ ഇപ്പുറത്തെ കാലും ഈ അടിച്ച കാലിന് സെൻറ്റർ നോക്കിയത്, അളവ് നോക്കിയത്. ഇത് രണ്ടും കൂടെ കറക്റ്റാകുമെന്ന് നോക്കണം, അല്ലെങ്കിൽ ഒന്ന് നീളം കൂടി അല്ല വണ്ണം കൂടി കുറഞ്ഞു പോകും. നമ്മൾ അടിച്ചതിന് കറക്റ്റാണ് കേട്ടോ. ഈ തയ്ക്കുമ്പോൾ ഷേപ്പ് ചെയ്തത് അത് നമുക്ക് വേണം. ഞാനിവിടെ ലോക്ക് ചെയ്യേ.
നമുക്ക് ഇവിടെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് കണ്ട ഇതിനെ നല്ല വശം തിരിച്ചിടണം. ഇനി നമുക്ക് മുകളിൽ വള്ളി ഇടാനായിട്ട് മടക്കി തയ്ക്കണം. അപ്പോൾ കണ്ടോ ആ ഏരിയ സെൻറ്റർ ഭാഗം കണ്ടോ ക്രോച്ചിൻ്റെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകരുത് കേട്ടോ. ഇനി നമ്മൾ ഓപ്പൺ മരത്തില്ലേ വള്ളിയുടെ ഭാഗം, അവിടെ ആദ്യം ഒന്ന് മടക്കി ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കണം. കണ്ടോ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം ചെറുതായിട്ട് മടക്കി വീണ്ടും, അപ്പോൾ നമുക്ക് രണ്ട് എടുത്തെടുത്ത് പകുതിയായി. അപ്പോൾ നമുക്ക് ഹോള് കിട്ടും. എന്നിട്ട് മുകളിൽ വള്ളി ഇടുന്ന രീതിയിൽ ആദ്യം മുതൽ അടിച്ചു പോകും. ഇവിടെ വരുമ്പോൾ അതേ ലെവലിൽ വെച്ച് മടക്കണം. കേട്ടോ അതേ ലെവലിൽ വെച്ച് മടക്കിയിട്ട് നൂലിൽ കട്ട് ചെയ്യണം കേട്ടോ. അതേ ലെവലിൽ വെച്ച് മടക്കി അടിക്കണം. പാൻറ് റെഡിയായി. ഇനി നമുക്കൊരു വള്ളി കൂടെ തയ്ക്കണം. കണ്ടോ വെച്ച് കഴിഞ്ഞു. ഓപ്പണ്ട കണ്ടോ. ഇതാകുമ്പോൾ എളുപ്പമാണ് ഇവിടെ നോർമലിൻ്റെ. ഓക്കെ ഏറ്റവും എളുപ്പം. ഒരുപാട് രീതിയിൽ നമുക്ക് കണ്ടുപിടിച്ച് ചെയ്യും. ഓക്കെ അപ്പോൾ നിങ്ങൾ കൂടെ നിന്ന് എല്ലാം ചെയ്ത് പഠിക്കണം കേട്ടോ. ഈ ഏരിയ ആണ് ഞാൻ കറക്റ്റ് ആക്കണമെന്ന് പറഞ്ഞു. ഇതെല്ലാം നല്ലോണം മനസ്സിലാക്കി ചെയ്യുക. ചെയ്തിട്ട് ഫോട്ടോ ഇട്ട് തരണം. നിങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ട് ഫോട്ടോ ഇട്ട് തരണം കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് കാലും കൂടെ കറക്റ്റ് ഇങ്ങനെ വെച്ച് കറക്റ്റ് വെച്ചതിന് ശേഷം ഒന്ന് വലിക്കണം. അല്ലെങ്കിൽ അവിടെ അതുപോലെ തന്നെ ഈ ഏരിയ നീളത്തിലുള്ള ഇനി നമുക്ക് വള്ളി കൂടെ അടിക്കാം. ഒരു 1.5 രീതിയിൽ കുറച്ച് നീളത്തിൽ ഒരു രണ്ട് തുണി എടുക്കണം. എന്നിട്ട് നമുക്ക് വള്ളിയടിക്കാൻ അറിയാമല്ലോ. ബിഗിനേഴ്സ് കുറച്ച് പിള്ളേരുണ്ട്, അവർക്ക് അറിഞ്ഞൂടെങ്കിൽ അവർ നോക്കി ചെയ്യട്ടെ.
എല്ലാവരും നല്ലോണം മനസ്സിലാക്കി ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വാട്സപ്പിൽ നമ്പർ കൊടുത്തേക്ക് വാട്സപ്പിൽ വരണം. നിങ്ങൾക്ക് ചുരിദാർ, ബ്ലൗസ്, നൈറ്റി, ഫ്രോക്ക്, ഗൗണ് ഇതെല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. 500 രൂപ ഫീസുകൾ ഒറ്റ ടൈമേ ഉള്ളൂ കേട്ടോ. ഓക്കെ. വള്ളി അടിക്കുമ്പോൾ ആദ്യം എന്താ ഇങ്ങനൊന്ന് മടക്കുക, ഇങ്ങനൊന്ന് മടക്കുക, സെൻറ്റർ ഭാഗം മടക്കുക, പിന്നെ വീണ്ടും ഒന്നുകൂടെ മടക്കുക. ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം ഇങ്ങേയറ്റവും മടക്കി സെൻറ്ററാക്കുക. വേറെ ഒന്നും ഇല്ല അറിയാം. ഈ അറ്റവും കൂടെ മടക്കി സെൻറ്ററാക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കി അരിയിലൂടെ കടിക്കുക. ഓക്കെ. അല്ല, എന്നിട്ട് നമുക്കത് എങ്ങനെയെങ്കിലും വള്ളി അടിച്ചെടുക്കരുത്. അതിനൊരു മെത്തേഡുണ്ട്. ഉണ്ടോ? അപ്പോൾ ആ പോകുന്നതുണ്ടോ? വീഡിയോയിൽ ഒരു പാൻറ്റ് തയ്ക്കുന്നേ കാണിക്കുന്നുള്ളൂ കേട്ടോ. 3 പാൻറ്റ് കൂടെ തയ്ച്ചിട്ട് ഞാൻ പിന്നീട് കാണിച്ചു തരാം. എല്ലാം ഒരേപോലെ അല്ല തയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് കാണിച്ചാൽ മതി. ചെയ്ത് നോക്കണേ. എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പഠിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വരണം കേട്ടോ. നിങ്ങൾക്ക് ചെറിയൊരു പീസിൽ എല്ലാ മോഡലും പഠിക്കാം. നമുക്ക് ഇത്രയും മതിയോ? കട്ട് ചെയ്യാം. നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഓക്കെ.